അശാന്തമായി വീണ്ടും പശ്ചിമേഷ്യ. ഇറാനിലേക്ക് ആക്രമണം നടത്തിയ അമേരിക്കൻ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഈ തിരിച്ചടി. 2 തുറമുഖങ്ങൾ ഉൾപ്പെടെയാണ് അമേരിക്ക ആക്രമിച്ചത്. യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സമാധാനത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ തുടരുമെന്ന് ഇതിനിടെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വ്യക്തമാക്കി. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ എല്ലാം അവസാനിക്കുന്നു എന്ന് കരുതിയ ഘട്ടത്തിൽ ഇതൊന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ള സൂചനയാണ് വരുന്നത്. എൽദോ, യുദ്ധം അവസാനിച്ചു എന്ന ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി നടത്തിയത്. എന്നാൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് തന്നെയാണ്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. അമേരിക്കയുടെയും ഇറാൻ്റെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അമേരിക്ക പറയുന്നൊരു കാരണം, കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി. ഇതിൻ്റെ തിരിച്ചടിയായി അമേരിക്കൻ സൈന്യം ഇത്തരത്തിലൊരു ആക്രമണം നടത്തി എന്ന ഒരു വിവരമാണ് അമേരിക്ക നൽകുന്നത്. പക്ഷേ ഈ ടെഹ്റാനിലടക്കം ഈ തരത്തിലുള്ള ആക്രമണം ഉണ്ടായി എന്ന വിവരം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖേഷം ബന്ദർ അബ്ബാസ്, ഈ 2 തുറമുഖങ്ങളും അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. ഖേഷം തുറമുഖത്തിൽ ഏതാണ്ട് 1.5 ലക്ഷം ആളുകൾ പാർക്കുന്ന ഒരിടമാണ്. ഇവിടുത്തെ ജലശുദ്ധീകരണ പ്ലാന്റിലേക്കും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായി. എന്നാൽ ട്രംപിൻ്റെ ഇന്നത്തെ പ്രസ്താവന, ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവനയും അദ്ദേഹം പറയുന്നത് ഒരു കടലാസിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിലൂടെ ഈ സമാധാനം കൈവരിക്കാൻ കഴിയും എന്ന ഒരു കാര്യം തന്നെയാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ള പ്രഖ്യാപനങ്ങൾ ഒരു വശത്ത് നടക്കുകയും മറുവശത്ത് സൈന്യങ്ങൾ ഏറ്റുമുട്ടുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്നാകട്ടെ ഇതുവരെ അവർ ഈ യുദ്ധം അവസാനിപ്പിച്ചു എന്ന കാര്യത്തോട് ഔദ്യോഗികമായി പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ പറയുന്നത് യുദ്ധം തുടരുകയാണ് എന്ന കാര്യം തന്നെയാണ്. അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ കപ്പലുകളെയോ ഇവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകളെയോ ഹോർമുസ് വഴി കടത്തിവിടില്ല എന്ന നിലപാട് ഇറാൻ ആവർത്തിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ ചുങ്കപ്പിരിവിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു നിലപാട് കൂടി ഇറാൻ സ്വീകരിക്കുകയാണ്. പ്രതിദിനം നേരത്തെ ഏതാണ്ട് 100-150 കപ്പലുകൾ കടന്നുപോയിക്കൊണ്ടിരുന്ന ഹോർമൂസിൽ, തടസ്സമില്ലാതെ കപ്പലുകൾ കടന്നുപോയിക്കൊണ്ടിരുന്ന ഹോർമൂസിൽ ഇനിയൊരു പിരിവ് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ അമേരിക്കയും ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം നിർത്തി എന്നുള്ള പ്രഖ്യാപനത്തിന് എത്ര ആയുസ്സുണ്ടാകും എന്ന സംശയം അവശേഷിക്കുന്നത്. ഏറ്റവും ഒടുവിലും ഇപ്പോൾ ഈ അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ഇറാൻ്റെ ആക്രമണവും ഇറാൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കൻ സേനയുടെ ആക്രമണവും ഉണ്ടായിരിക്കുന്നുവല്ലോ. വിനോദ്, ഇതിനിടയിൽ UAE-യിലേക്കും മിസൈൽ ആക്രമണം നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ടല്ലോ. തീർച്ചയായും അത് മലയാളികളെ അടക്കം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ധാരാളം ആളുകൾ കഴിയുന്ന ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ച് UAE-യിൽ ഫുജറയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തവണയായി ആക്രമണം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ആക്രമണമില്ല. മറ്റ് രാജ്യങ്ങളിലേക്കോ, നേരത്തെയൊക്കെ കുവൈറ്റിലേക്കും ഖത്തറിലേക്കും ഒമാനിലേക്കും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നില്ല. അമേരിക്കൻ ഇറാൻ സേനകൾ പരസ്പരം വെടിയുതിർക്കുന്നു. അത് ഹോർമൂസുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷം എന്ന നിലയിലേക്കാണ് നിലനിൽക്കുന്നത്. നേരത്തെ തന്നെ ഈ യുദ്ധം നിർത്തുന്നതിന് ചില കരാറുകൾ, ചില വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റണം എന്നതായിരുന്നു അമേരിക്കയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇറാൻ ആണവശക്തി ആകരുത് എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഇറാൻ പറയുന്നതാകട്ടെ അമേരിക്കയുടെ കണ്ണ് ഹോർമൂസിലാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസിൽ തങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന പരമമായ അധികാരം അത് വേണം, അമേരിക്കയെ ഹോർമൂസിൽ അധികാരം പങ്കിടാൻ അനുവദിക്കില്ല എന്ന നിലയിലേക്ക് ഇറാനെ നിൽക്കുന്നു. ആ തരത്തിലൊരു സാമ്പത്തികമായ യുദ്ധം കൂടിയായി ഇത് മാറുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഖേഷം ബന്ദർ അബ്ബാസ്, ഈ 2 തുറമുഖങ്ങളിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സേന ആക്രമണം നടത്തിയെന്നതാണ്. ഇവിടെ ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ കൂടിയാണ്. ആ കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കയുടെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എൽദോ, ശരി. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനിയൻ എണ്ണ ടാങ്കർ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കയെ വെടിനിർത്തൽ ലംഘിച്ചു എന്നാണ് ഇറാന്റെ പക്ഷം. ഇതിനിടയിലാണ് UAE-ക്ക് നേരെ വീണ്ടും ഒരു മിസൈൽ ആക്രമണം നടന്നുവെന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്ത് തുടരാൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്നും ആക്രമണം പ്രതിരോധിക്കുകയാണ് എന്നും UAE-യിലെ മന്ത്രാലയം ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിനോദാണ് വിവരങ്ങളുമായി ചേർന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.